Hi all, welcome back to X and Y Learning. So, നമ്മൾ ഓണം എക്സാം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ക്ലാസ് 7ൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ബേസിക് സയൻസിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർ ഇപ്പം തന്നെ പാർട്ട് 1 കാണാം. ഇതിൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പാർട്ട് 2ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് പോയി നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നുള്ളത് നോക്കാം. The following materials are included in the science kit for a class 7 student. ഒരു ക്ലാസ് 7 സ്റ്റുഡൻറ്റിൻ്റെ സയൻസ് കിറ്റിലുള്ള ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആണ് ഇവിടെ തന്നുള്ളത്. സോ സയൻസ് കിറ്റിൽ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം. ആദ്യം LED സ്ട്രിപ്പ് ഉണ്ട്, 9 വോൾട്ട് ബാറ്ററി ഉണ്ട്, അതുപോലെ തന്നെ കണ്ടക്റ്റിംഗ് വയർ ഉണ്ട്, സേഫ്റ്റി പിൻ ഉണ്ട്, വുഡൻ ബ്ലോക്ക് ഉണ്ട്, പെൻസിൽ ഗ്രാഫൈറ്റ് ഉണ്ട്, പ്ലാസ്റ്റിക് ബാങ്കിൾ ഉണ്ട്, മെറ്റൽ ബാങ്കിൾ ഉണ്ട്, പ്ലാസ്റ്റിക് സ്ട്രിങ് ഉണ്ട്, പേപ്പർ ഉണ്ട്, വെറ്റ് പേപ്പർ ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. LED സ്ട്രിപ്പ്, 9 വോൾട്ട് ബാറ്ററി ഉണ്ട്, കണ്ടക്ട് ചെയ്യുന്ന ഒരു വയർ തന്നിട്ടുണ്ട്, സേഫ്റ്റി പിന്ന് തന്നിട്ടുണ്ട്, വുഡൻ ബ്ലോക്ക് തന്നിട്ടുണ്ട്, പെൻസിൽ ഗ്രാഫൈറ്റ്, പെൻസിലിൻ്റെ ഉള്ളിലുള്ള ലെഡ് ആണ് തന്നിട്ടുള്ളത്. സോ ഇനി പ്ലാസ്റ്റിക് ബാങ്കിൾ ഉണ്ട്, മെറ്റൽ ബാങ്കിൾ ഉണ്ട്, മെറ്റൽ ബാങ്കിളും പ്ലാസ്റ്റിക് ബാങ്കിളും. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ വളയാണ്, അതുപോലെ തന്നെ മെറ്റൽ കൊണ്ടുണ്ടാക്കിയ വളയാണ് മെറ്റൽ ബാങ്കിൾ എന്ന് പറയുന്നത്. ഇനി പ്ലാസ്റ്റിക് സ്ട്രിങ് ഉണ്ട്, പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയുള്ള ഒരു സ്ട്രിങ് ഉണ്ട്, ഒരു വയർ ഉണ്ട്, അതുപോലെ തന്നെ പേപ്പർ തന്നിട്ടുണ്ട്, നോർമൽ ആയിട്ടുള്ള ഡ്രൈ പേപ്പർ തന്നിട്ടുണ്ട്, വെറ്റ് പേപ്പർ തന്നിട്ടുണ്ട്, നനഞ്ഞൊരു പേപ്പറും തന്നിട്ടുണ്ട്. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ളത് നോക്കാം. ഡിസൈൻ എ സ്യൂട്ടബിൾ എക്സ്പെരിമെന്റ് യൂസിങ് മെറ്റീരിയൽസ് ഫ്രം ദ സയൻസ് കിറ്റ് to find out which materials conduct electricity. അതായത് ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഏതൊക്കെ മെറ്റീരിയൽസ് കറണ്ടിനെ കണ്ടക്ട് ചെയ്യും, അതുപോലെ തന്നെ ഏതൊക്കെ മെറ്റീരിയൽസിൽ കറണ്ടിനെ കണ്ടക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ല എന്നെന്ത് ചെയ്യാം, നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതാണ് നമ്മൾ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ടൊരു സർക്യൂട്ട് വരച്ച് തുടങ്ങാം. അപ്പോൾ സർക്യൂട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, സർക്യൂട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു LED യൂസ് ചെയ്യാം. LED നമുക്കുണ്ട്, LED സിമ്പലാണ് ഞാൻ വരയ്ക്കുന്നത്. സോ ഒരു LED വരയ്ക്കാം. അതിനുശേഷം നമ്മൾ താഴേക്ക് വരുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബാറ്ററി കണക്ട് ചെയ്യുന്നു. ഓക്കെ, ബാറ്ററി കണക്ട് ചെയ്യുന്നു. സോ ബാറ്ററി ഇങ്ങനെയും കണക്ട് ചെയ്യാം, സോ അല്ലെങ്കിൽ നമുക്ക് ബാറ്ററി ഇങ്ങനെയും വരയ്ക്കാം. ഓക്കെ, ബാറ്ററി നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം. ഓക്കെ, നമ്മളൊരു ബാറ്ററി എന്ത് ചെയ്യുന്നു, ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതൊരു ബാറ്ററിയാണ്. സോ ഇതിന് രണ്ടിനും, ഇത് കണ്ടക്റ്റിംഗ് വയറാണ് കേട്ടോ, ഇത് കണ്ടക്റ്റിംഗ് വയറാണ്. ഈ ഒരു സർക്യൂട്ടിലെ കണ്ടക്റ്റിംഗ് വയറാണിത്, ഈ ഒരു വയർ എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടക്റ്റിംഗ് വയറാണ്. അതുപോലെ തന്നെ ഇതൊരു ബാറ്ററിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ LED ഉണ്ട്. ഓക്കെ, LED സിമ്പലാണ് അവിടെ വരച്ചിട്ടുള്ളത്. സോ ഇതിന് രണ്ടിനും ഓരോ അറ്റങ്ങൾ ഉണ്ടാവില്ല അല്ലേ, ഓരോ എൻസ് ഉണ്ടാവില്ലേ. ഇതിന് രണ്ടിനും ഓരോ എൻസ്, കണ്ടക്റ്റിംഗ് വയർസിന് 2 എൻസ് കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ ഓരോ മെറ്റീരിയൽസ് നമ്മൾ വെക്കുന്നു. അപ്പം ഓരോ മെറ്റീരിയൽസ് വെക്കുമ്പോൾ ഏതാണോ ഈ LED, ഏത് വെക്കുമ്പോഴാണോ ഈ LED ഗ്ലോ ചെയ്യുന്നത്, അത് ഒരു കണ്ടക്ടർ ആയിരിക്കും. ഏത് വെക്കുമ്പോഴാണോ കറണ്ട് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോഴായിരിക്കും LED വർക്ക് ചെയ്യാല്ലേ. സോ അപ്പം ഏതൊക്കെ മെറ്റീരിയൽസ് വെച്ചാൽ നമുക്ക് ഈ LED ഗ്ലോ ചെയ്യിക്കാൻ നോക്കാം. നമുക്ക് ഏതൊക്കെ മെറ്റീരിയൽസ് വെച്ചാൽ നമുക്ക് LED ഗ്ലോ ചെയ്യിക്കാമെന്ന് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കാം. കണ്ടക്റ്റിംഗ് വയർ നമ്മൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ സേഫ്റ്റി പിന്നാണ്. അപ്പോൾ സേഫ്റ്റി പിന്നെ ഇതിൻ്റെ ഇൻ മിഡിൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ LED ബൾബ് എന്ത് ചെയ്യും, ഗ്ലോ ചെയ്യും. സോ ഇറ്റ് ഈസ് എ കണ്ടക്ടർ. ഇതെന്താണ്, ഒരു കണ്ടക്ടറാണ്. LED ബൾബ് എന്ത് ചെയ്യും, ഗ്ലോ ചെയ്യും. ഇനി വുഡൻ ബ്ലോക്ക്, ഒരു വുഡൻ ബ്ലോക്ക് എന്ന് പറയുന്നത്, വുഡ് എന്താണ്, ഇൻസുലേറ്റർ ആണ്, കറണ്ടിനെ കണ്ടക്ട് ചെയ്യാത്ത ആളാണ്. സോ വുഡൻ ബ്ലോക്ക് അവിടെ ഇൻ മിഡിൽ, നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഇൻ മിഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ LED ഗ്ലോ ചെയ്യോ, ഇല്ല. സോ ഇറ്റ് ഈസ് ആൻ ഇൻസുലേറ്റർ. വുഡൻ ബ്ലോക്ക് എന്താണ്, ഇറ്റ് ഈസ് ആൻ ഇൻസുലേറ്റർ. സോ ഇനി നമ്മൾ കണ്ടക്ടറിന് C വെച്ചിട്ടും ഇൻസുലേറ്ററിന് I വെച്ചിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇനി പെൻസിൽ ഗ്രാഫൈറ്റ് ആണ്. പെൻസിൽ ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെൻസിലൊക്കെ ഉണ്ടാവില്ലേ, അതിനകത്തൊരു ലെഡ് ഉണ്ടാവില്ലേ, അതാണ് പെൻസിൽ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. പെൻസിൽ ഗ്രാഫൈറ്റ് ഈസ് എ കണ്ടക്ടർ. സോ ഇത് C ആണ്, ഇത് കണ്ടക്ട് ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യും, LED ബൾബ് ഗ്ലോ ചെയ്യും. ഇനി നമുക്ക് നോക്കാം പ്ലാസ്റ്റിക് ബാങ്കിൾ. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എൻ ഇൻസുലേറ്റർ ആണ്, കറണ്ടിനെ കണ്ടക്ട് ചെയ്യാത്ത ആളാണ്. സോ പ്ലാസ്റ്റിക് ബാങ്കിൾ നമ്മൾ ഇൻ മിഡിൽ ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക് ബാങ്കിൾ വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ടിനെ കണ്ടക്ട് ചെയ്യില്ല, LED ബൾബ് എന്ത് ചെയ്യില്ല, ഗ്ലോ ചെയ്യില്ല. സോ ഇറ്റ് ഈസ് എൻ ഇൻസുലേറ്റർ. പ്ലാസ്റ്റിക് ബാങ്കിൾ എന്താണ്, ഒരു ഇൻസുലേറ്റർ ആണ്. ഇനി നമുക്ക് നോക്കാം മെറ്റൽ ബാങ്കിൾ ഇൻ മിഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ LED ഗ്ലോ ചെയ്യും. ദാറ്റ് മീൻസ് അവിടെ കറണ്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. സോ ഇറ്റ് ഈസ് എ കണ്ടക്ടർ. ഇതെന്താണ്, കണ്ടക്ടറാണ്. ഇനി പ്ലാസ്റ്റിക് സ്ട്രിങ് നമ്മൾ യൂസ് ചെയ്താലും എന്താണ്, അവിടെ നമുക്ക് കാണാൻ പറ്റുക, അവിടെ LED ബൾബ് ഗ്ലോ ചെയ്യില്ല, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി പാസും ചെയ്യില്ല. സോ അത് നമുക്ക് മനസ്സിലായി, അവിടെ ഇൻസുലേറ്റർ ആണ് പ്ലാസ്റ്റിക് സ്ട്രിങ് എന്ന് പറയുന്നത്. ഇനി പേപ്പർ നമ്മൾ വെക്കുന്ന സമയത്ത് അതും എന്താണ്, ഒരു ഇൻസുലേറ്റർ ആണ്. പേപ്പർ ഇൻ മിഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് LED ഗ്ലോ ചെയ്യുന്നത് കാണാൻ പറ്റില്ല. സോ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പറയാൻ പറ്റും പേപ്പർ എന്ന് പറയുന്നത് എന്താണ്,
അത് ഒരു ഇൻസുലേറ്റർ ആണ്. ഇനി നമുക്ക് ഈ ഒരു കേസിൽ വെറ്റ് പേപ്പർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ വെറ്റ് പേപ്പർ എന്ന് പറയുന്നത് അതിൽ വാട്ടർ കണ്ടന്റ് ഉണ്ടാവും. ആ വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഉള്ള വാട്ടർ ആയിരിക്കും. ഓക്കെ, മിനറൽസ് ഒക്കെ കണ്ടെയ്ൻ ചെയ്ത ടാപ്പ് വാട്ടർ ആയിരിക്കും അതിലുണ്ടാവും. അപ്പോൾ ടാപ്പ് വാട്ടർ ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യുന്ന ഒരാളാണ്. സോ വെറ്റ് വാട്ടർ അല്ലെങ്കിൽ വെറ്റ് പേപ്പർ ആണ് നമ്മൾ ഇൻ മിഡിലായിട്ട് വെക്കുന്നെങ്കിൽ അവിടെ കറണ്ട് കണ്ടക്ട് ചെയ്യും. ദാറ്റ് മീൻസ് ഇതെന്താണ്, ഒരു കണ്ടക്ടറാണ്. വെറ്റ് പേപ്പർ എന്ന് പറയുന്ന ഒരു കണ്ടക്ടറാണ്. ഇവിടെ LED എന്ത് ചെയ്യും, ഗ്ലോ ചെയ്യും, സർക്യൂട്ട് കംപ്ലീറ്റ് ആവും ചെയ്യും. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് വെച്ചിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ സെറ്റപ്പ് ചെയ്തു. ആ സെറ്റപ്പാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ ഏതൊക്കെയാണ് കണ്ടക്ടർ, ഏതൊക്കെയാണ് ഇലക്ട്രിസിറ്റിൻ്റെ ഇൻസുലേറ്റേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഏതൊക്കെ വെച്ചാലാണ് LED ഗ്ലോ ചെയ്യുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഏതൊക്കെ വെച്ചാലാണ് LED ഗ്ലോ ചെയ്യുക? സേഫ്റ്റി പിന്ന് വെച്ചാൽ LED ഗ്ലോ ചെയ്യും. അതുപോലെ തന്നെ പെൻസിൽ ഗ്രാഫൈറ്റ് വെച്ചാൽ ഇലക്ട്രിസിറ്റി ഗ്ലോ ചെയ്യും, അല്ലെങ്കിൽ LED ഗ്ലോ ചെയ്യും. അതുപോലെ തന്നെ മെറ്റൽ ബാങ്കിൽ വെച്ചാൽ അവിടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യും, അല്ലെങ്കിൽ LED ഗ്ലോ ചെയ്യും. ഇനി നമ്മൾ ഏതാണ് വെറ്റ് പേപ്പർ യൂസ് ചെയ്താലും അവിടെ LED ഗ്ലോ ചെയ്യും. ദാറ്റ് മീൻസ് അവിടെ ഇലക്ട്രിസിറ്റി കണ്ടക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഡ്യൂറിംഗ് ദ എക്സ്പെരിമെന്റ് ദ LED സ്ട്രിപ്പ് ഡിഡ് നോട്ട് ലൈറ്റ് അപ്പ് when dry paper was placed on it. അതായത് ഈ LED സ്ട്രിപ്പ് എന്ത് ചെയ്യുന്നില്ല, LED സ്ട്രിപ്പ് വർക്ക് ചെയ്യുന്നില്ല. എപ്പം നമ്മൾ എന്താ യൂസ് ചെയ്തത്, അവിടെ ഡ്രൈ പേപ്പർ യൂസ് ചെയ്തപ്പോൾ അവിടെ LED വർക്ക് ചെയ്തില്ല. ദാറ്റ് മീൻസ് പേപ്പർ എന്താണ്, ഇൻസുലേറ്റർ ആണ്, കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്ന ആളല്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സിറ്റുവേഷൻ പറഞ്ഞത്, വാട്ട് ചേഞ്ച് ഒക്കേഴ്സ് വെൻ വെറ്റ് പേപ്പർ പ്ലേസ്ഡ് ഓൺ ഇറ്റ് ആൻഡ് വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? വെറ്റ് പേപ്പർ ആണ് അവിടെ വെക്കുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ബൾബ് അല്ലെങ്കിൽ LED വിൽ ഗ്ലോ. ആ സിറ്റുവേഷനിൽ LED ഗ്ലോ ചെയ്യും. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? ബിക്കോസ് ഓഫ് ടാപ്പ് വാട്ടർ ഈസ് എ ഗുഡ് കണ്ടക്ടർ. ബിക്കോസ് ഓഫ് ടാപ്പ് വാട്ടർ ഈസ് എ ഗുഡ് കണ്ടക്ടർ. അതെന്താണ്, ഒരു നല്ലൊരു കണ്ടക്ടറാണ്, ഗുഡ് കണ്ടക്ടറാണ്. ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണെന്ത്, നമ്മളെ ടാപ്പ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ടാപ്പ് വാട്ടർ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും നമ്മളുടെ ഈ ഒരു ഓപ്ഷനിൽ എന്താണ് വെറ്റ് പേപ്പർ യൂസ് ചെയ്യുമ്പോൾ. വെറ്റ് പേപ്പർ വാട്ടർ ഉണ്ടാവും അല്ലേ, വാട്ടർ ഉണ്ടാകുമ്പം അവിടെ കറണ്ടിൻ്റെ പാസേജ് ഉണ്ടാവും. സോ LED അവിടെ എന്ത് ചെയ്യും, ഗ്ലോ ചെയ്യും. സോ അതാണ് ആ സിറ്റുവേഷനിൽ നടക്കുന്നത്. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് തന്നുള്ളത് നോക്കാം. ദ ടേബിൾ പ്രിപ്പയർഡ് ഓൺ ദ ഗിവൺ എക്സ്പെരിമെന്റ് യൂസിങ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഈസ് ഗിവൺ ബിലോ. അതായത് നമ്മൾ നേരത്തെ ടെസ്റ്റ് ചെയ്ത ആ ഈ ഒരു സെറ്റപ്പിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചപ്പം അതിൻ്റെ ഒബ്സർവേഷൻ എന്തൊക്കെയാണ്, ഇൻഫറൻസ്, അതിൻ്റെ കാരണം എന്താണെന്നാണ് ഇവിടെ കൊടുത്തുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് ഒബ്സർവേഷൻ ആൻഡ് ഇൻഫറൻസ് ആർ കറക്റ്റ്? ഏതൊക്കെയാണ് കറക്റ്റായുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. സേഫ്റ്റി പിന്ന് നമ്മൾ യൂസ് ചെയ്തു. സേഫ്റ്റി പിന്ന് യൂസ് ചെയ്തപ്പോൾ LED ലൈറ്റ് ചെയ്തു. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് സേഫ്റ്റി പിന്ന് കണ്ടക്ട് ചെയ്യും. അപ്പം അവിടെ LED ഗ്ലോ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ അവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയ ഇലക്ട്രിസിറ്റി അവിടെ പാസ് ചെയ്തു. സോ ഇതെന്താണ് കറക്റ്റ് ആയിട്ടാണ് കൊടുത്തുള്ളത്. സോ ഇതെന്താണ് സേഫ്റ്റി പിന്നിൻ്റെ കേസിൽ ഇത് റൈറ്റ് ആണ്. ഇനി പ്ലാസ്റ്റിക് ബാങ്കിൾ വെച്ചപ്പം LED ലൈറ്റ് കത്തി അല്ലെങ്കിൽ LED കത്തി എന്നാണ് പറയുന്നത്. LED കത്തുമോ? നമ്മൾ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ LED കത്താൻ ചാൻസ് കുറവാണ്, ചാൻസേ ഇല്ല. അത് ഇൻസുലേറ്റർ ആണ് അല്ലേ, LED കത്തയില്ല. കാരണം പ്ലാസ്റ്റിക് എന്ത് ചെയ്യില്ല, കറണ്ടിനെ പാസ് ചെയ്യില്ല. സോ LED ലിറ്റ് അപ്പ് എന്ന് പറയുന്നത് റോങ് ആണ്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി പാസ്ഡ് എന്ന് പറയുന്നത് എന്താണ്, റോങ് ആണ്. സോ പ്ലാസ്റ്റിക് ബാങ്കിളിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് റോങ് ആണ്. ഇനി പെൻസിൽ ഗ്രാഫൈറ്റ് ലെഡ് ആണ്, അത് കണ്ടക്ടറാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, കറണ്ടിനെ പാസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളാണ്. സോ പെൻസിൽ ഗ്രാഫൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യില്ല, അവിടെ ഡിഡ് നോട്ട് ഗ്ലോ അപ്പ് എന്നാണ് പറയുന്നത്. ശരിയാണോ? അല്ല, ഇറ്റ്സ് റോങ്. അവിടെ LED ഗ്ലോ ചെയ്യാണ് ചെയ്യുക അല്ലെ, LED ഗ്ലോ ചെയ്യും, കാരണം അത് കണ്ടക്ടറാണ്. ഇനി നമുക്ക് നോക്കാം. നോ ഇലക്ട്രിസിറ്റി പാസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് റോങ് ആണ്. അവിടെ ഇലക്ട്രിസിറ്റി പാസിങ് നമുക്ക് കാണാൻ പറ്റും. സോ അതെന്താണ്, റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നമുക്ക് മെറ്റൽ ബാങ്കിൾ വെച്ചപ്പം ലൈറ്റ് ചെയ്തു, LED ലൈറ്റ് കത്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കത്തി എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് നോക്കാം. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇലക്ട്രിസിറ്റി അവിടെ പാസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ സിറ്റുവേഷൻ പറഞ്ഞതല്ലേ, നമ്മൾ മെറ്റൽ ബാങ്കിൾ യൂസ് ചെയ്യുന്ന സമയത്ത് മെറ്റൽ ബാങ്കിൾ ഒരു കണ്ടക്ടറാണ്. സോ LED കത്തും, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി അതിലൂടെ പാസ് ചെയ്യുന്നതാണ്. സോ ഇത് രണ്ടുമാണ് എന്ത് കറക്റ്റ് ആയിട്ട് തന്നുള്ളത്. ബാക്കി രണ്ടും എന്താണ്, റോങ് ആയിട്ടാണ് തന്നുള്ളത്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ്
pairs of observation and inference are correct എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരെ കുറിച്ചാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്? സേഫ്റ്റി പിന്നിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ മെറ്റൽ ബാങ്കിളിനെ കുറിച്ചും റൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബാങ്കിളിനെ കുറിച്ചും പെൻസിൽ ഗ്രാഫൈറ്റിനെ കുറിച്ചും റോങ് ആയിട്ടാണ് അവിടെ തന്നിട്ടുള്ളത്. സോ സേഫ്റ്റി പിൻ ആൻഡ് മെറ്റൽ ബാങ്കിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സേഫ്റ്റി പിന്നും മെറ്റൽ ബാങ്കിളും യൂസ് ചെയ്താൽ നമുക്ക് കറണ്ട് അവിടെ പാസ് ചെയ്യുന്ന കാണാൻ പറ്റും. അതുപോലെ തന്നെ LED ഗ്ലോ ചെയ്യുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നുള്ളത് എക്സാമിൻ ദ സിറ്റുവേഷൻസ് ഗിവൺ ബിലോ. ഇവിടെ ഒരുപാട് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ഈ സിറ്റുവേഷനിൽ ഐഡന്റിഫൈ ദി സിറ്റുവേഷൻ ദാറ്റ് മേ കോസ് ഇലക്ട്രിക് ഷോക്ക്. ഇലക്ട്രിക് ഷോക്ക് വരാൻ ചാൻസ് ഉള്ള സിറ്റുവേഷൻസ് ഏതൊക്കെയാണ് ഈ 4 സിറ്റുവേഷൻസിൽ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഓരോ സിറ്റുവേഷൻസ് എന്ത് ചെയ്യാം നമുക്ക് നോക്കി നോക്കാം. എക്സാമിൻ ദ സിറ്റുവേഷൻസ് ബിലോ. ചേഞ്ചിങ് ബൾബ് വെൻ ദ സ്വിച്ച് ഈസ് ഓൺ. ഈ സ്വിച്ച് ഓൺ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ബൾബ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറണ്ട് ഏൽക്കാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ? കറണ്ട് ഏൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനെയാണ് നമ്മൾ ഇലക്ട്രിക്യൂഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയുന്നത് അല്ലേ? ഇലക്ട്രോക്യൂഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് എന്ന് വിളിക്കുന്നത് എന്താണ്? ചേഞ്ചിങ് ബൾബ് വെൻ ദ സ്വിച്ച് ഈസ് ഓൺ എന്ന് പറയുന്ന കണ്ടീഷനിൽ നമ്മൾ മുകളിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലൂടെയൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയിലൂടെ എന്ത് കറണ്ട് പാസ് ചെയ്യും. സോ നമുക്ക് അവിടെ ഇലക്ട്രിക് ഷോക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. സോ ചേഞ്ചിങ് ബൾബ് വെൻ ദ സ്വിച്ച് ഈസ് ഓൺ എന്ന് പറയുന്ന കണ്ടീഷൻ എന്താണ്? അത് റൈറ്റ് ആണ്. ടു ഫോം ആൻ ഇലക്ട്രിക് ഷോക്ക്. അത് ഇലക്ട്രിക് ഷോക്ക് കോസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ്. ഇനി നമുക്ക് നോക്കാം യൂസിങ് ഫോട്ട് വയർ അയണിങ് ക്ലോത്ത്സ്. അതായത് നമ്മൾ ഇസ്തിരി ഇടുന്ന സമയത്ത് നമ്മുടെ വസ്ത്രങ്ങളൊക്കെ ഇസ്തിരി ഇടുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫൂട്ട് വയർ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ഏൽക്കാണ്ടിരിക്കാൻ പറ്റും. ഓക്കെ, സോ അത് ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല. സോ ഇറ്റ്സ് റോങ്. ഇനി ടേണിങ് ഓൺ ദ സ്വിച്ച് വിത്ത് വെറ്റ് ഹാൻഡ്. നമ്മൾ നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് കറണ്ട് ഏൽക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതും ഇലക്ട്രിക് ഷോക്ക് വരാനുള്ള ചാൻസ് കൂടുതലുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഇത് ചേഞ്ചിങ് ബൾബ് വെൻ ദ സ്വിച്ച് ഈസ് ഓഫ്. സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന കണ്ടീഷനിൽ നമുക്ക് ബൾബ് മാറ്റിക്കൂടെ? അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല. സോ ഇതെന്താണ്? ഇലക്ട്രിക് ഷോക്ക് വരാൻ ചാൻസ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. സോ 1, 3 ആണ് എന്ത്? 1ഉം 3ഉം ആണ് നമുക്ക് ഇലക്ട്രിക് ഷോക്ക് വരാൻ ചാൻസ് ഉള്ള സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. സോ 1 and 3 എന്ന് പറയുന്ന ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ആ 2 സിറ്റുവേഷനിലാണ് നമുക്ക് കറണ്ടിന്റെ അല്ലെങ്കിൽ ഷോക്ക് ഏൽക്കാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലുള്ളത്. ഇനി നമുക്ക് നോക്കാം. എ ബ്രോക്കൺ ഇലക്ട്രിക് ലൈൻ ഈസ് ലൈയിങ് ഓൺ ദ മാംഗോ ട്രീ ബൈ ദ റോഡ് സൈഡ്. റൈറ്റ് ദ സേഫ്റ്റി മെഷർ that you would take in the situation and the reason for it. അതായത് ഒരു മാംഗോ ട്രീന് മുകളിലേക്ക് ഒരു ഇലക്ട്രിക് വയർ എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രോക്കൺ ആയിട്ട് അവിടെ വീണെടുക്കുന്നത് നിങ്ങൾ കണ്ടു. റോഡ് സൈഡിലാണ് ഉള്ളത്. സോ നിങ്ങൾ ആദ്യം എടുക്കേണ്ട സേഫ്റ്റി മെഷർ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ എടുക്കേണ്ട സേഫ്റ്റി മെഷർ എന്ന് പറയുന്നത് നമ്മൾ അതോറിറ്റിയെ അറിയിക്കുക എന്നാണ്. അപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡ് ഉണ്ട് അല്ലേ? സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഉണ്ട്, KCB. അവിടേക്ക് എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം അവരെ വിളിച്ചറിയിക്കണം. എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നമ്മൾ എൽഡർ ആയിട്ടുള്ള ആൾക്കാർ, അതായത് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ അവിടെ തൊട്ടടുത്തുണ്ടെങ്കിൽ അവരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് എവിടെയും ടച്ച് ചെയ്യുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. എവിടെയും ആ മാംഗോ ട്രീയോ അല്ലെങ്കിൽ വേറെ എവിടേക്കും ടച്ച് ചെയ്യുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. എന്നിട്ട് നമ്മൾ എന്താണ്? നമ്മൾ സേഫ്റ്റി നമ്മൾ നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ആ മാംഗോ ട്രീൻ്റെ മുകളിൽ ടച്ച് ചെയ്യാനൊന്നും പോകരുത്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. നമ്മൾ ഡയറക്റ്റ്ലി ആദ്യം അറിയിക്കേണ്ടത് സേഫ്റ്റി മെഷർ ഫസ്റ്റ് അറിയിക്കേണ്ടത് നമ്മൾ അതോറിറ്റിയാണ്. അതോറിറ്റിയെ സേഫ്റ്റി മെഷർ അറിയിക്കുക. അതുപോലെ തന്നെ KCBക്ക് വിളിച്ച് പറയുക. അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള എൽഡേഴ്സിനോട് എന്ത് ചെയ്യാം? നമുക്ക് പറയാൻ പറ്റും. സോ അത് ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ആ സിറ്റുവേഷനിൽ നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അതാണ്. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിക്കുന്നതെന്ന് ചോദിക്കാം. റൈറ്റ് എനി 2 initial steps to be taken to rescue a person experiencing an electric shock. ഒരു ഷോക്ക് ഏൽക്കുന്ന ഒരു മനുഷ്യനെ ആദ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അയാളെ നമ്മൾ അതിൽ നിന്ന് റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ആ കണക്ഷൻ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യുക അല്ലേ? സ്വിച്ച് ഓഫ് ഓർ കണക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ഷൻ ഓഫ് ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് കണക്ഷൻ ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കണക്ഷൻ ഓഫ് എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അയാൾ ആ കറണ്ടുമായിട്ടുള്ള കണക്ഷൻ എന്ത് ചെയ്യണം? നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ കറണ്ട് ഓഫ് ആണെങ്കിൽ എന്ത് ചെയ്യില്ല? അതിലൂടെ അയാളുടെ കൂടെ കറണ്ട് പാസ് ചെയ്യില്ല. സോ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഉറക്കാൻ പറ്റും. ഇനി രണ്ടാമതായി ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എന്താണ്? രണ്ടാമതായി അയാൾക്ക് ഇലക്ട്രിക് ഷോക്ക് പെട്ടിടുക. സോ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് അയാളോട് ഓൾറെഡി കറണ്ട് പാസ് ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ
ഓക്കെ. ഇൻ കേസ് അവിടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി പോയി ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കും ഷോക്ക് ഏൽക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യരുത്, നമ്മൾ ഡയറക്റ്റ്ലി ടച്ച് ചെയ്യരുത്. നമ്മളൊരു ഇൻസുലേറ്റർ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം, അയാളെ ആ കണക്ഷനിൽ നിന്ന് മാക്സിമം എന്ത് ചെയ്യണം, മാക്സിമം അതിനെ നമ്മൾ ഒഴിവാക്കണം. ആ കണക്ഷൻ നമുക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റും. ഹിറ്റ് വിത്ത് ദ ഇൻസുലേറ്റേഴ്സിനെ വെച്ചിട്ട് ഡയറക്റ്റ് നമുക്ക് അയാളെ ഹാം ചെയ്യുന്ന രീതിയിലല്ല, എന്നാലും അയാളെ കണക്ഷൻ ഒഴിവാക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹിറ്റ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. സോ അയാളുടെ കണക്ഷൻ ലോസ് ചെയ്യാം. ലോസ് ദ കണക്ഷൻ വിത്ത് ദ കണക്ഷൻ വിത്ത് യൂസിങ് ആൻ ഇൻസുലേറ്റർ. ഈ ഒരു ഇൻസുലേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാളിൽ നിന്ന് ആ കറണ്ടിൻ്റെ കണക്ഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി നമുക്ക് ഇയാളെ ഷോക്ക് ഏറ്റ് നിൽക്കുകയാണ് അല്ലേ. ഇപ്പോൾ ഷോക്ക് ഏറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ആദ്യം കൊടുക്കേണ്ട, ഇൻ കേസ് അയാൾക്ക് ബ്രീത്തിങ്ങിന് എന്തെങ്കിലും പ്രോബ്ലം, സഫിക്കേഷൻ ഒക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ആണ്. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ അല്ലെങ്കിൽ കൃത്രിമ ശ്വാസം നമ്മൾ കൊടുക്കണം. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ അല്ലെങ്കിൽ കൃത്രിമ ശ്വാസമാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. ഓക്കെ. അയാൾക്ക് എന്തെങ്കിലും സഫോക്കേഷൻ ഉണ്ടെങ്കിൽ, ഇൻ കേസ് അയാൾക്ക് സഫോക്കേഷൻ ഒന്നുമില്ല, അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നുമില്ല, സോ അയാൾ എന്ത് ചെയ്യണം, അയാളെ നമ്മൾ ഇൻസുലേറ്ററിൻ്റെ മുകളിലേക്ക് ഒരു ഇൻസുലേറ്റർ ആയിട്ടുള്ള ബെഡ് ഓർ സംതിങ് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് പിടിച്ചിരുത്തണം. എന്നിട്ട് നമുക്ക് അയാൾക്ക് ഒന്നെങ്കിൽ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെ കൊടുക്കണം. ഇൻ കേസ് ഹാർട്ട് ബീറ്റ് ഒക്കെ നിന്നിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് CPR കൊടുക്കാം. CPR എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാർട്ട് ബീറ്റ് നിന്നിട്ടുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് റെഗുലേറ്റ് ചെയ്യാനും ബ്ലഡ് പമ്പ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരു സെൽഫായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ചെസ്റ്റിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഹാർട്ട് ബീറ്റിംഗ് അതുപോലെ തന്നെ ഹാർട്ട് പമ്പിങ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു സിറ്റുവേഷനാണ്, ആ ഒരു മെഡിക്കൽ ഫസ്റ്റ് എയ്ഡിനെയാണ് നമ്മൾ CPR എന്ന് പറയുന്നത്. സോ ആ CPR നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാൻ പറ്റും. അയാളെ കണക്ഷൻ ഇൻസുലേറ്ററിന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. നമുക്ക് കണക്ഷൻ ഓഫ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ്സ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മൾ ഒരു റെസ്ക്യൂ ചെയ്യാൻ, ഒരാളെ ഇലക്ട്രിക് ഷോക്ക് ഏറ്റ് നിൽക്കുന്ന ഒരാളെ റെസ്ക്യൂ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ. സോ എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, എന്നിട്ട് ഈ ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽസിലേക്കോ കാര്യങ്ങളിലേക്കോ എത്തിക്കണം. കാരണം ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയുന്നത് ഡേഞ്ചറസ് ആയിട്ടുള്ള, പിന്നീട് നമുക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് ഡേഞ്ചറസ് ആയിട്ട് വരാൻ പോകുന്ന ഒരു സിറ്റുവേഷനാണ്. സോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഒരു സർക്യൂട്ടാണ് തന്നിട്ടുള്ളത്. സോ സർക്യൂട്ടിൽ ഒരു ബൾബുണ്ട്, ഒരു ബൾബല്ല 2 ബൾബുണ്ട്. അതുപോലെ തന്നെ 2 സ്വിച്ചസ് ഉണ്ട്, C1 ആൻഡ് C2. അതുപോലെ തന്നെ ഒരു ബാറ്ററി ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഇൻ ഫിഗർ വിച്ച് ബൾബ് വിൽ ലൈറ്റ് അപ്പ് ഇഫ് സ്വിച്ചസ് C1 ആൻഡ് C2 ആർ ഇൻ ദ ഓഫ് പൊസിഷൻ. അതായത് C1 ഉം C2 ഉം ഓഫ് ആയിട്ടുള്ള ഈ ഒരു പൊസിഷൻ ഇങ്ങനെ തന്നെയാണെങ്കിൽ ഏതൊക്കെ ബൾബ് ഗ്ലോ ചെയ്യും? ബൾബ് V1 ആണോ V2 ആണോ ഗ്ലോ ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ സർക്യൂട്ട് ഓപ്പൺ ആണോ? ഇപ്പോൾ ഓപ്പൺ ആണ് അല്ലേ. ഈ സർക്യൂട്ട് എന്താണ്? സ്വിച്ച് ഓഫ് കണ്ടീഷനിലാണെങ്കിൽ, ഈ സ്വിച്ച് ആർ ഇൻ ഓഫ് കണ്ടീഷൻ, ദ സർക്യൂട്ട് ഈസ് ഇൻ ഓപ്പൺ കണ്ടീഷൻ. ഓപ്പൺ ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ആയിരിക്കും അല്ലേ. ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും ഈ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് ആവുമ്പോൾ അതിൽ ബൾബ് ഗ്ലോ ചെയ്യോ? ഇല്ല. അപ്പം B1 ആൻഡ് B2 വിൽ നോട്ട് ഗ്ലോ, അല്ലെങ്കിൽ നോ ബൾബ്സ് വിൽ ഗ്ലോ. ഒരു ബൾബും അവിടെ എന്ത് ചെയ്യില്ല, ഗ്ലോ ചെയ്യില്ല. ഓക്കെ. അവിടെ ഒരു ബൾബും ഗ്ലോ ചെയ്യാൻ ചാൻസ് ഇല്ലല്ലോ. ഇനി അടുത്ത സിറ്റുവേഷൻ നോക്കാം. വിച്ച് ബൾബ് വിൽ ലൈറ്റ് അപ്പ് ഇഫ് ദ സ്വിച്ചസ് C1 ആൻഡ് C2 ആർ ഇൻ ഓൺ പൊസിഷൻ? രണ്ടും ഓൺ പൊസിഷനിലാണെങ്കിൽ ഇതും ഓൺ ആണ്, സ്വിച്ച് ഓൺ ആണ്, ഇതും സ്വിച്ച് ഓൺ ആണ്. ഈ 2 സിറ്റുവേഷനിലും നമുക്ക് ഈ 2 കാര്യങ്ങളും ഓൺ ആണെങ്കിൽ കറക്റ്റ് കറണ്ട് ഫ്ലോ ചെയ്യില്ലേ? അതായത് ഇതൊരു കംപ്ലീറ്റ് സർക്യൂട്ട് ആവില്ലേ? സോ ഇതൊരു ക്ലോസ് സർക്യൂട്ട് ആവും. ഈ സിറ്റുവേഷനിൽ എന്താവും? ഇത് ക്ലോസ് സർക്യൂട്ട് ആവും. രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഇറ്റ് ബിക്കംസ് ക്ലോസ് സർക്യൂട്ട്. അതെന്തായിട്ട് മാറും? ഒരു ക്ലോസ് സർക്യൂട്ട് ആവും. സോ ബൾബ് B1 ആൻഡ് B2 വിൽ ഗ്ലോ. അപ്പം ബൾബ് B1 ഉം B2 അവിടെ എന്ത് ചെയ്യും? ഗ്ലോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 2 ബൾബ് എന്ത് ചെയ്യും? ഗ്ലോ ചെയ്യും. ബിക്കോസ് ദ സർക്യൂട്ട് ബിക്കം ക്ലോസ്ഡ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് സർക്യൂട്ട് ആയിട്ട് മാറും. ഇനി ഡ്രോ എ സർക്യൂട്ട് ഡയഗ്രാം ദാറ്റ് ലൈറ്റ് അപ്പ് 2 ബൾബ്സ് യൂസിങ് 1 സ്വിച്ച്. അതായത് ഒരു സ്വിച്ച് മാത്രമേ പാടുള്ളൂ, 2 ബൾബ് വേണം. അങ്ങനെയുള്ള ഒരു സർക്യൂട്ട് നമ്മളോട് മേക്ക് ചെയ്യാനാണ് പറഞ്ഞത്. സോ നമുക്ക് ഏതെങ്കിലും ഒരു ബാറ്ററി, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്വിച്ച് നമ്മൾ ഇവിടെ ഒഴിവാക്കിയാൽ മതി. എന്നിട്ട് നമ്മളൊരു സർക്യൂട്ട് വരച്ചാൽ മതി. നമുക്ക് ഈസിലി വരയ്ക്കാൻ പറ്റും. ഒരു ബൾബ് ഇവിടെ ഉണ്ട്, B1 എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ബൾബ് ഉണ്ട്, B2 എന്ന് വിളിക്കാം. ഓക്കെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം?
നമുക്ക് ബാറ്ററി സെറ്റപ്പ് വരയ്ക്കാം. ബാറ്ററി നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബാറ്ററി. ഓക്കെ, ബാറ്ററി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബാറ്ററി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, C1 എന്ന് പറയുന്ന ഒരു സ്വിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ സർക്യൂട്ട് വരച്ചാൽ നമുക്ക് 2 ബൾബ് ഉണ്ട്, ഒരു സ്വിച്ച് ഉണ്ട്, ഒരു ബാറ്ററി ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു സർക്യൂട്ട് വരച്ചാൽ നമുക്ക് എന്തായി, നമുക്ക് 2 ബൾബും 2 ബൾബ്സ് ആൻഡ് 1 സ്വിച്ച്. ഒരു സ്വിച്ചും ഇവിടെ ഒരു സ്വിച്ച് C1 ഉണ്ട്, ബൾബ് B1 ആൻഡ് B2 എന്ന് പറയുന്ന ബൾബ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബാറ്ററി ഉണ്ട്. ഈ സിറ്റുവേഷനിൽ നമുക്ക് 2 ബൾബും ഗ്ലോ ചെയ്യുന്നതായിട്ട് കാണും. ഇഫ് ദ സ്വിച്ച് C1 ഈസ് ഇൻ ഓൺ പൊസിഷൻ, ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ബൾബ് രണ്ടും ഗ്ലോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഇതാണ് നമ്മളുടെ ആ ഒരു ഓപ്ഷൻ ബിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആയിട്ട് നമ്മൾ വരയ്ക്കേണ്ട ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെലക്ട് ദ കറക്റ്റ് പെയർ ഫ്രം ദ ഓപ്ഷൻസ് ബിലോ. ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള പെയർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കറക്റ്റ് പെയർ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. LED സിമ്പിളാണോ ഇത്? ആണ്. LED സിമ്പിൾ നമ്മൾ ഓൾറെഡി വരച്ചതാണ്. LED സിമ്പിൾ എങ്ങനെയാ വരാം, ഈ ഒരു ടൈപ്പ് സിമ്പിളാണ് അല്ലെ, ഈ ഒരു ടൈപ്പ് സിമ്പിളാണ് LED റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ബസറിന്റെ സിമ്പിളാണോ ഇത്? അല്ല അല്ലെ, ഇത് എന്തിന്റെ സിമ്പിളാണ്? ഇറ്റ് ഈസ് ദ സിമ്പിൾ ഓഫ് ബൾബ്. ബൾബിന്റെ സിമ്പിൾ ആണെന്ത്, ഈ എക്സ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തത്. അപ്പൊ ബസറിന്റെ സിമ്പിൾ എന്തായിരിക്കും? ബസറിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ബസറിന് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. സോ ഇതാണെന്ത്, ബസറിന്റെ സിമ്പിൾ വരാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ബാറ്ററി. ബാറ്ററിന്റെ സിമ്പിൾ ആണോ ഇത്? ബാറ്ററിയുടെ സിമ്പിൾ അല്ല, ഇതെന്താണ്, ഇത് മോട്ടറിന്റെ സിമ്പിൾ ആണ്. സോ മോട്ടറിന്റെ സിമ്പിൾ ആണിത് M എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ നമ്മൾ ബാറ്ററിയുടെ സിമ്പിൾ നമുക്ക് ഓൾറെഡി അറിയാം, ഇങ്ങനെയാണ് ബാറ്ററി ഉണ്ടാവുക. ഓക്കെ, 2 സെല്ല് യൂസ് ചെയ്തിട്ടുള്ള ബാറ്ററി ആണെന്ത് ഇവിടെ തന്നുള്ളത്. സോ ബാറ്ററി സിമ്പിൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, സോ നമ്മൾ ഈസിലി നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ചെയ്യാനിരുന്നത്. സോ ഇതിൻ്റെ പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പാർട്ട് 1 കാണാം, അതുപോലെ തന്നെ അതിനുശേഷം പാർട്ട് 2 കാണാം. നമ്മൾ 3 ചാപ്റ്റേഴ്സ് ആണ് മെയിൻലി ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആസിഡ് ആൻഡ് ബേസും വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി അത് ആൻഡ് ടുവേർഡ്സ് അണ്ടർഫോൾഡ് ഈൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറേയധികം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ എല്ലാ വീഡിയോസും 2 വീഡിയോസ് നിങ്ങൾ പാർട്ടുകൾ കാണുക. അതുപോലെ തന്നെ ബേസിക് സയൻസിൽ നിങ്ങൾക്ക് വരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ക്വയറി ആയിട്ട് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്കുള്ള ഡൗട്ട്സ് എല്ലാം ക്വയറി ആയിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഈ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് വരണമെന്നില്ല. സോ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ഫെമിലിയർ ആവുക. അതുപോലെ തന്നെ മാക്സിമം നന്നായിട്ട് എന്ത് ചെയ്യാം, നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ സെൽഫായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. നമുക്ക് എക്സാംസിനൊക്കെ നന്നായിട്ട് ബിൽഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. നന്നായിട്ട് എക്സാമിന് നന്നായിട്ട് എഴുതുക. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. സോ താങ്ക് യു ഓൾ ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ എക്സാം.